അങ്ങനെ കങ്കുവ മൂവി റിലീസായിരിക്കുകയാണ് പ്രിയ മിത്രങ്ങളെ. ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ദീപാവലിക്ക് ഇറങ്ങേണ്ടിയിരുന്ന സിനിമയായിരുന്നു കങ്കുവ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു വാർത്ത. അപ്പം ഈ ഒരു വീഡിയോക്കകത്തോടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യയിലെ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ കങ്കു സിനിമ ഇറങ്ങിയതിന് ശേഷം എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂവിൽ നിന്ന് തന്നെ തുടങ്ങാൻ സുഹൃത്തുക്കളെ. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. കങ്കുവ കങ്കുവ സിരുത്തൈ ശിവയുടെ കങ്കുവ കങ്കുവ തനിക്ക് എന്തുവാ? തനിക്കിതെന്തുവാ? ഒരു സിനിമയുടെ റിവ്യൂ എടുക്കാൻ പറഞ്ഞിട്ട് അഥവാ ആ സിനിമ എങ്ങാനും പാളി പോയി കഴിഞ്ഞാൽ അതിനെ കൊല വിളിക്കാൻ ശപഥമെടുത്തൊരു മനസ്സാണ് ഇയാളുടേത്. ഇയാളെ നമുക്ക് തടുക്കാൻ പറ്റൂല. ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേഖല, ഇതിൻ്റെ സ്ക്രിപ്റ്റ്, എൻ്റെ പൊന്നോ, ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത്, എന്താണ് പടം കണ്ടു കഴിഞ്ഞിട്ട് പോലും എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സിരുത്തൈ ശിവ എന്ന് മനസ്സിലായിട്ടില്ല. എന്റെ പൊന്നോ, എനിക്ക് വയ്യ. നമ്മുടെ ഈ കോക്കിന്റെ ആണെങ്കിൽ ഈ കോസ്റ്റ്യൂം ഇട്ട് വന്നേക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, എത്രയോ ആൾക്കാർ ഈ കങ്കുവയുടെ ഈ ഒരു വീഡിയോസ് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ കുറെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കാണാനുണ്ട്, കോക്ക് മറ്റേ കോസ്റ്റ്യൂം വാങ്ങാൻ പോയിക്കൊരിക്കും, അതായിരിക്കും ഇത്ര ലേറ്റ് ആവുന്നത് എന്നുള്ളത്. പക്ഷെ ലേറ്റ് ആവുന്നതാലും ലേറ്റസ്റ്റ് വന്നിരിക്കേ. അത് കഴിഞ്ഞിട്ട് സൂര്യനെ പറ്റിയിട്ട് നമ്മുടെ കോക്ക് പറയുന്നുണ്ട്, അതുകൂടെ കേൾക്കാം. ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ നടിപ്പിൻ നായകൻ എത്ര മോശം സിനിമയിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം വല്ലാതെ മോശമാറില്ല. ആകെ അദ്ദേഹം മുക്കി എന്ന് പറയുന്നത് സിംഗം സീരീസിൽ മാത്രമാണ്. പക്ഷേ ഇതിലുള്ള മുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദപ്പൊറാട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ പാർട്സും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് പിറ്റേന്ന് പോയാൽ പോലും ഇതുപോലെ മുക്കൂല. അതുപോലത്തെ മുക്കൽ, ഡയലോഗ് ഡെലിവറി വളരെ മോശം, അലർച്ച, വെറും അലർച്ച. ഒരു മനുഷ്യനെയൊക്കെ ഇങ്ങനെ കൊല്ലാവോ? ഇങ്ങനെയൊക്കെ കൊല്ലണമോ? യാതൊരു ഇമോഷണൽ കണക്ഷനിൽ എന്താണ് കങ്കുവ തനിക്ക് എന്തുവാ, എന്താ പ്രശ്നം എന്ന് മനസ്സിലായി. ചെക്കനായിട്ട് എന്തെന്നാണ് കങ്കുവ കാണിച്ചു കൂട്ടുന്നത്? അത് എന്തിൻ്റെ ബേസാണ്? അതിൻ്റെ സ്റ്റോറി ഒന്നും കൺവിൻസിങ് അല്ല, ഇമോഷണലായിട്ട് ഒരു തരത്തിലും കണക്റ്റ് ആവുന്നില്ല. ഇങ്ങനെ കാട്ടുകൂടെ പോവുക, കുറേ ആന മുതല, ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ്. VFX എന്നൊക്കെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആന മുതല ഇങ്ങനെ, പിന്നെ കുറേ കാട്, കുറേ വള്ളി. പിന്നെ കങ്കുവിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വടംവലിക്കാരനാണെന്ന് തോന്നുന്നു. എവിടെ കയറ് കണ്ടാലും കങ്കുവ തൂങ്ങിയിരിക്കും. എവിടെ കയറ് കണ്ടാലും അടുത്ത വർഷത്തെ ഓണത്തിന് കുടുംബശ്രീയുടെ വടംവലി മത്സരത്തിന് കങ്കുവയെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കങ്കുവ മാത്രം മതി. വടം കിട്ടിയോ കങ്കുവ വലിച്ചവിടെ നിൽക്കും. ഒരു ജാതി വലിയ കങ്കുവ. എന്റെ പൊന്നു, അപ്പൊ എന്താണ് ഈ സിനിമയ്ക്കകത്ത് ഇത്രയും ഇങ്ങനെ പടച്ചു വെച്ചേക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ ഇതുവരെ സിനിമ കങ്കു ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ എനിക്കറിയത്തില്ല എന്താണ് ഈ പടത്തിനകത്ത് സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് ഇത്രത്തോളം പറയണമെങ്കിൽ കുടുംബശ്രീക്ക് വടംവലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കങ്കുവിനെ ഇറക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയേണ്ടി വരുമ്പോഴത്തേക്കിന് എന്തടാ ഈ പണി വെച്ചെടുക്കേ, ഒന്നുമേ പുരിയല്ലേ. ഇനി പടം കാണണോ വേണ്ടോ എന്നൊക്കെ ഒന്നുകൂടെ നമുക്ക് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ചേട്ടന്റെ റിവ്യൂ കൂടെ നമുക്കൊന്ന് കാണാം. അതിനകത്തുള്ള കുറച്ച് ഭാഗങ്ങളിലോട്ട് വെക്കാം. പാട്ട് പോലും മര്യാദയ്ക്ക് ഒരു നമുക്ക് മൈൻഡിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതോ ഇല്ല. ഇത് ഞാൻ അന്ന് ലാസ്റ്റ് കങ്കുവയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യുന്ന, അതായത് റിലീസ് ട്രെയിലർ റിയാക്ട് ചെയ്യാന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ BGM സാധനങ്ങളൊന്നും അത്ര കൺവിൻസിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ ഒരു സിനിമയാണെങ്കിൽ ഹൈപ്പ് ആക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സംഭവങ്ങളൊക്കെ ആയിരിക്കും. ആ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ, അത്രയും ഹൈപ്പ് കയറ്റാൻ പറ്റുന്ന ഒരു സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി എത്ര വലിയ ബജറ്റ് ഇറങ്ങിയിട്ട് സാധനം എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ലേ. കാരണം ഇപ്പോഴത്തെ സിനിമകളുടെ ഇത്തരം മാസ് മസാല, ഇത്തരം സിനിമകളൊക്കെ ഒരു ഹൈയിൽ കയറ്റുന്നത് അതിന്റെ BGM കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് പക്കയാക്കാതെ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് പ്രത്യേകം സിനിമ നിർമ്മിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാര്യം നമ്മളെപ്പോഴുള്ള ലോ ക്ലാസിന്റെ പൾസാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ BGM നിങ്ങൾക്ക് കേട്ടിയില്ലെങ്കിൽ പടം അത്ര ഇതിലെത്തൂല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ARMS സിനിമയില്ലേ, ARMS സിനിമയ്ക്കകത്ത് അവിടുത്തെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര കിടിലായിട്ടുള്ള കുറേ സാധനങ്ങളാണ്. അതേ സമയത്ത് നമ്മുടെ ആദിപുരുഷ സിനിമയുടെ സാധനത്തിന്റെ ആ ഒരു BGM ഇവിടെ കേട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു. മറ്റേ ജയ് ശ്രീരാം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, ആ ഒരു BGM, ഈ സാധനം ജയ്യ ജയൻ ജയ്യ ജയൻ അതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ പടങ്ങളൊക്കെ ഇറക്കുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ഫ്യൂച്ചർ പാസ്റ്റ്, അതിന്റെ മില്ലേനിയം കണക്ഷൻ, അങ്ങനെയൊക്കെയാണ്. മിൽക്കി വേ ഇൻ ദ ഗാലക്സി ഓഫ് ദ മൾട്ടിവേഴ്സ് ഓഫ് ദ പുനർജനിക്കൽ, ഇതൊക്കെയാണ് സെറ്റപ്പ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും മനസ്സിനകത്ത് നിൽക്കുന്ന എന്തെങ്കിലും വേണ്ടേ? ടോം ക്രൂസിന്റെ പടത്തുനിന്ന് തോണ്ടിയതും മറ്റേ 1000 BC എന്ന് കുറെ മനസ്സിൽ നിൽക്കണ 1-2 സാധനങ്ങളുണ്ട്. ഫ്ലൈറ്റിക്ക് ചാടി കയറുന്നതും മുതലേനെ കൊല്ലണതൊക്കെ
മുതലേനെ കൊല്ലുന്നൊക്കെ മുതലേനെ കൊല്ലുന്ന എന്തൊക്കെയായിരുന്നു ട്രെയിലറിൽ. ഇവിടെ എന്താ വരാത്ത വായ്പോയ. ഓ എന്റെ പൊന്നോ, എനിക്കിതൊന്നും കേൾക്കാൻ വയ്യേ. എന്തൊക്കെയായിരുന്നു പ്രസ് മീറ്റ് ഒക്കെ വന്ന ടൈമിൽ ഇതിന്റെ ഹൈപ്പ് സാധനങ്ങളൊക്കെ എന്റെ പൊന്നടാവേ. അയ്യോ അതൊക്കെ ഇരിക്കട്ടെ. ഇതിപ്പോ എന്തായാലും റിവ്യൂവേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും കയ്യിലെ കാശ് മുടക്കിയിട്ട് സിനിമ കാണാൻ പോയിട്ടുള്ള യൂട്യൂബറോ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ലാത്ത പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേൾക്കാം. അതിനകത്ത് ഒരു ചേട്ടന്റെ മാത്രം വീഡിയോ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ആ ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ആട്ടോ ഓടിയ പൈസയാണ് 450 രൂപ. എനിക്ക് ആര് തരും? വീട്ടിലെ ചെലവിന് കൊടുത്തില്ല 250 രൂപ. അറിയാമോ? ഇവിടെ വീട്ടിൽ ചെലവിന് പോലും കൊടുക്കാതെ ഓട്ടോ ഓടിയ പൈസയെ കൊണ്ട് സിനിമ കാണാൻ പോകുന്ന ഇനി പുള്ളിയുടെ പൈസ ഇത് ആര് തിരിച്ചു കൊടുക്കൂടെ? ഇവിടെ ആരെങ്കിലും പടം കാണാൻ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുക. സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ചേട്ടൻ 450 രൂപ കൊടുക്കുക പ്ലീസ്. ഈ ഫ്ലെക്സ് വെച്ചത് 2 ദിവസം മുമ്പേ നമ്മുടെ സൂര്യ ഫാൻസ് ഫ്ലെക്സ് ഞാൻ പയ്യന്മാരെ കാണാൻ ഉറക്കമില്ലാതെ വെച്ചാണ്. അതിനൊരു പ്രയോജനമില്ലാതെ ആ ശിവ കൊടുത്തു ശിവ എന്നടാ പണി വെച്ചെടുക്കേ. കഴിഞ്ഞ ദിവസം ഫ്ലെക്സും സാധനം എല്ലാം സെറ്റ് ചെയ്യാനെ കൊണ്ട് പുള്ളി ശരിക്കും വിരക്കെട്ടെടുത്ത് പണി കാര്യങ്ങളൊക്കെ എടുത്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ഒക്കെ ചെയ്തിട്ട് ഇനി ആ പൈസക്ക് ആര് കൊടുക്കും? ആ ശിവനാണ് ഈ പണി മൊത്തം കാണിച്ചു കൂട്ടിയത്. എന്റെ പോലെ ഇതൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ. ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് കങ്കുവ റിവ്യൂ റിയാക്ഷൻ അത് ഇത് മാങ്ങാ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കേരളത്തിലെ സകലമാന സാധനങ്ങൾ കാണാം. ഇനി നമുക്ക് തമിഴ്നാട്ടിൽ എന്താണ് സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പയ്യന്റെ മാത്രം വീഡിയോ ഇങ്ങോട്ട് വെക്കുകയാണ്. കാര്യം ബാക്കി വെച്ച് ലെങ്ത് കൂട്ടാൻ ആഗ്രഹമില്ലാത്തത് മാത്രം ഒരു സാധനം മാത്രം ഞാൻ വെക്കുക അവിടുത്തെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. ஆனஸ்டா சொல்லவா? நீ பொய் சொன்னாலும் சொல்லுவேன். எனக்கு பிடிக்கல படம். കള്ളം പറഞ്ഞാലും ഞാൻ പറയൂല. കാരണം ഈ പടം എനിക്ക് കൊള്ളത്തില്ല, എനിക്ക് இஷ்டப்பட்டில்லை. ஏன்னா தல கதையே இல்லாத மாதிரி இருக்குது தல. புதுசாக ஏதாவது இவன்லாம் நேற்று எனக்கு அவ்வளோ ஐப்பு கொடுத்தான். அவனை வீடியோ விட பொட்டை என் வீட்டில் உட்காந்து அவ்வளோ பேசினான் என்ன நேற்று. வெறும் பாய் போச்சு. അതായത് വീട്ടിൽ ചുമ്മാ ചൊറി കുത്തി ഇരുന്നോണ്ടിരുന്ന നമ്മളെ മച്ചാനെ ഒരു കൂട്ടുകാരെ വന്ന് വിളിച്ചോണ്ട് വന്നു. എടാ കിട്ടിലും പടമാണ് കങ്കു മോനെ പോളി സാധനം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് ലാസ്റ്റ് തിയേറ്ററിൽ കയറിയപ്പോഴത്തേക്കിന് ഇതാണ് അവസ്ഥ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ആ കൂട്ടുകാരൻ്റെ അടുത്ത് ഇതല്ല ഇതിനപ്പുറത്തെ ദേഷ്യം ഈ മച്ചാന് തോന്നണം അല്ലേ? അപ്പോൾ ഞാൻ ഭയങ്കര സാഡിസ്റ്റ് ആയി പോയി തോന്നുന്നു. കാര്യം ഇത്രയും കൂടി മുടക്കി ഒരു പ്രൊഡ്യൂസർ പൈസ ഉണ്ടാക്കി ഇത്രയും ഒരു പടം ഇറക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ചിരിച്ച് പറഞ്ഞ് കണ്ടോണ്ടിരിക്കുന്നു. ഒരുത്തന്റെ പോകറിലെ കാശ് കീറുന്ന പരിപാടിയാണ് ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഈയിടെയായിട്ട് ഭയങ്കര സാഡിസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സൂര്യയുടെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാണെങ്കിൽ ജിതോഷ് ട്രോൾസിന്റെ ആണെങ്കിൽ പേജിൽ വന്നിട്ട് ഒരു ട്രോൾ ഉണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. Any creator, any director in Indian film industry വായ പൊളந்து பார்க்க போறாங்க. അത് ശരിയാ, വായ പൊളന്ന് തന്നെ പാത്തിട്ടിരിക്ക. പക്ഷെ വായ തുറന്ന് കാണുന്നെന്ന് വെച്ചതാണ് ഇങ്ങനെയാണ് ഇപ്പൊ വായ തുറന്ന് കണ്ടോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നോ, ഇപ്പൊ സൂര്യ ആരോഗ്യന്നുണ്ടാവും. അന്ന് ഞാനത് എന്തിനു പറഞ്ഞ് ഒരക്ഷരം പോലും തെറ്റിയില്ല. കറക്റ്റ് ആയിട്ട് എല്ലാരും വാ തുറന്നിരുന്ന് തന്നെ കണ്ടത് കോട്ടുവായി വിട്ടുകൊണ്ട്. എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വായ പൊളந்து பார்க்க போறாங்க. തള്ളല് നിർത്തിയില്ല ഷർഫേ. സത്യമായിട്ടും എന്തിനാ ഇങ്ങനെ തള്ളണ ഷർഫേ? പോളോ പോടാ. എന്ത് തള്ളാണോ തള്ളിയത്? നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചില്ലേ? അപ്പൊ ഞാനും அதில்ல சார் 1000 crore எதிர்பார்க்கலாம். நான் 2000 crore எதிர்பார்த்துட்டு இருக்கேன். நீங்க என்ன 1000 crore கம்மி பண்றீங்க? ஐயோ சாரி சார். 2000 കോടി എപ്പടി 2000 കോടി പോണാ വെറുമാ പോയി. 350 കോടി എന്തോ ഇറങ്ങിയ പടമാണ്, അത് മൊത്തം പോയി. ഇനി 2000 കോടിയുടെ ഇത്രയും ഹൈപ്പടേ ഒന്ന് ആലോചിക്കുക. 1000 കോടിയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ? 1000 എവിടുന്ന്? 2000 കോടി. ആദ്യം മറ്റേ ഓട്ടക്കാരൻ ചേട്ടനെയാണ് 450 രൂപയെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള വരി നിങ്ങൾ ഒപ്പിക്കണേ. എന്തൊരു തള്ളണത്, നമ്മളെന്തിനാണുള്ള തള്ള കേൾക്കണത്? 2000 crore എതിർപ്പാർത്തിട്ട് இருக்கேன். நீங்க என்ன 1000 crore അക്സെപ്റ്റ് പண்றீங்க? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. സത്യം പറഞ്ഞ ഞാൻ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ മെറിഡിയൻ സിറ്റിൽ എന്റെ വണ്ടി മോന്ത പിടിച്ചു എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. കയ്യിലെ കാശ് കൊടുത്ത് സിനിമ കാണാൻ പോകുന്ന ഏതൊരാളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇവനിത് എവിടെ നിന്ന് മേളിന്ന് വന്നു? ഇതേതോടെ പുതിയൊരു അപരാധം
ഓരോ പടം ഇറങ്ങുമ്പോഴും അതിന്റെ ഇടയിൽ കൂടെ വൈറലാവാൻ വേണ്ടിട്ട് വരുന്ന ഇമാതിരിയെ കുറിച്ച് ടീംസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കങ്കുവ അണ്ണൻ. കോസ്റ്റ്യൂം ഒക്കെ കണ്ടില്ലേ? നമ്മുടെ ഉണ്ണി വ്ളോഗ്സിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടായിരുന്നാണ് ഈ സിനിമ കാണാൻ അകത്ത് കയറിയത്. അപ്പം ഇങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലായതിനു ശേഷം അളിയൻ പുറത്തിറങ്ങുന്ന കാര്യം ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. എങ്ങനെ അവൻ പുറത്തിറങ്ങി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഈ പടം ഓക്കെ വെറുതെ ചിരിപ്പിക്കരുത്. എടേ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാണിക്കുന്നൊരു സംഭവമാണോ ഇത്? സിനിമയിൽ എനിക്ക് അഭിനയിക്കാനൊക്കെ അറിയാതെ പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണോ ഇത്? ഇതിനും മാത്രം തൊലിക്കെട്ടിയൊക്കെ ഇത് എവിടുന്നാണ് ഇത്? കാണ്ടാമൃഗത്തിനോട് കടം വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് ഇമാതിരി കുറെ ഐറ്റംസ് വന്നിട്ട് ഇതുപോലെ കോമാളിത്തരങ്ങൾ കാണിച്ചോണ്ട് പോകുന്നത്. എടി ഇവരൊക്കെ ശരിക്കും മാനസിക രോഗികളാണോ അതോ മാനസിക രോഗിയായിട്ട് അഭിനയിക്കുന്നതാണോ ഇവര്? അണ്ണന് പിന്നെ ഈഗോ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. ആറാട്ടനൊക്കെയാണ് ഫീൽഡ് ഔട്ട് ആയിട്ട് പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ പുതിയ പുതിയ ഓരോ അണ്ണന്മാര് വന്നോണ്ടിരിക്കുകയാണ്. മറ്റേ കിംബോയ്, ഇപ്പൊ പറഞ്ഞ പോലെ മറ്റേ അലിൻ ജോസ് പെരേര വന്നതാണ് അണ്ണന് ഏറ്റവും വലിയൊരു അടിയായി പോയത്. അതിനുശേഷം ഇങ്ങോട്ട് ഓരോ അണ്ണന്മാര് വന്നോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങിയപ്പോ ഒരു അണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇതിപ്പോ എന്താണ് കങ്കുവാണ്. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ரொம்ப நல்லா வந்துட்டு இருக்குங்க. ரொம்ப ரொம்ப சந்தோஷமா இருக்கு. ரொம்ப திருப்தியான ஒரு படமா இருக்கு. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. டிஃப்ரெண்டான ஸ்கேல்ல எடுத்துட்டு இருக்கோம். ரொம்ப அழகா வந்துட்டு இருக்கு. சூர்யா சார் வந்து ரொம்ப சின்சியரா ஒரு அழகான ஒரு எஃபர்ட் கொடுத்துட்டு இருக்காரு. ഒരു ഗുണവും ഇല്ല. ഉപദ്രവിക്കുന്നെങ്കിലും അല്പം കുറച്ചുകൂടെ. டிசம்பர் மாதம் எந்த டேட்னு அனௌன்ஸ் பண்றோம். இதே பாஸோட இங்க சக்சஸ் மீட் நடக்கும். പാവം ദൈവത്തിന്റെ ഓരോരോ കളികളെ. பேன் இந்தியா ரெக்கார்டோட இங்க சக்சஸ் மீட் எல்லா வேர்ல்டு வைடு இருக்கிற எல்லா டிஸ்ட்ரிபியூட்டர்ஸையும் கூப்பிட்டு இங்க நடக்கும். சோ இத பாஸ் அப்படியே கையில வச்சுக்கங்க. திருப்பி கொண்டு வரேன். நான் டேட் அனௌன்ஸ் பண்றேன். தேங்க் யூ. പാൻ ഇന്ത്യൻ റെക്കോർഡൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, പാൻ ഇന്ത്യൻ റെക്കോർഡായ കാര്യം ഇത്രയും പൈസയൊക്കെ മുടക്കി ഉണ്ടാക്കിയിട്ട് അതിന്റെ പകുതി പോലും തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ പാൻ ഇന്ത്യൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ആവും. പിന്നെ ആദിപുരുഷ് സിനിമയാണെങ്കിൽ മറ്റേ ബോംബായിരുന്നെങ്കിൽ ഇത് അതിനേക്കാൾ വലിയ ബോംബാണെന്നൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ആയിരുന്നു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇതിനകത്ത് ഇരുന്നിട്ട് ഇത്രയും നേരമാണെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്നിട്ട് ഒരാളുടെ പോക്കറ്റിലെ പൈസ തീർന്ന പരിപാടിയെ കുറിച്ചിട്ടാണ് ഇത്രയും വന്നിട്ട് സർക്കാസികായിട്ടൊക്കെ വന്ന് ഞാൻ ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷേ എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇപ്പം എത്ര നമ്മൾ ഈ പറയുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇത്ര ആൾക്കാരുടെ എഫേർട്ട് കാര്യങ്ങളൊക്കെയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഒരു തിയേറ്ററിലോട്ട് സിനിമ എത്തുമ്പോൾ ആൾക്കാർ നമ്മുടെ പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാൻ ആ ഒരു സിനിമയ്ക്ക് കണക്ട് ചെയ്യാനെ കൊണ്ട് പ്രേക്ഷകരുമായിട്ട് ആ ഒരു സിനിമയായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പടത്തിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ എത്ര ബജറ്റ് ഇറക്കിയെന്ന് പറഞ്ഞാൽ എത്ര ഇതായിട്ട് ഇറക്കി എന്നൊക്കെ പറഞ്ഞാൽ ഉള്ള അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ എത്ര എഫേർട്ട് എടുത്തു എന്നുള്ളത് നമ്മളൊരു സിനിമ കാണാൻ വന്നിരിക്കുന്ന ഒരു പ്രേക്ഷകരും കാണേണ്ട ഒരു അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിട്ട് വരുന്നില്ല. ആ സിനിമ നമ്മളെ കണക്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ പ്രേക്ഷകർ നോക്കിയുള്ളൂ. അവരുടെ ടിക്കറ്റ് കൊടുക്കുന്ന 100 രൂപയാണെങ്കിലും 150 രൂപയാണെങ്കിൽ ആ പൈസയ്ക്ക് വാല്യൂ ചെയ്യുന്നുണ്ട് ആ സിനിമ എന്നുള്ളത് മാത്രമേ അവർ നോക്കിയുള്ളൂ. ഓക്കെ, അപ്പം ഇത്തരം ആളുകൾ നമ്മുടെ ഈ ഒരു മലയാള സിനിമയുടെ ഒക്കെ ക്വാളിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാര്യം മലയാള സിനിമ നമ്മുടെ ARM അല്ലെങ്കിൽ പറയാൻ നമ്മുടെ ഇത് മഞ്ഞുമൽ ബോയ്സ് ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ ഇത്രയും ക്വാളിറ്റിയിൽ ഇറങ്ങുന്ന കുറേ സാധനങ്ങൾ, വലിയ ബിഗ് ബജറ്റ് പടങ്ങളോ പാൻ ഇന്ത്യൻ സ്റ്റാർസോ അത്തരം കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ ഇവിടുന്ന് കേരളത്തിലെ നമ്മുടെ ഈ ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കി വിടുന്ന കുറേ പടങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടു പഠിക്കാൻ ഇപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഇന്ത്യൻ സിനിമ മൊത്തം ഇനി കേരളത്തിലോട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വരേണ്ട ഒരു കാലഘട്ടമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ കങ്കുവ മൂവിനെ പറ്റിയിട്ട് ചുറ്റിപ്പറ്റിയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി കുറേ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഈ വീഡിയോ എനിക്ക് എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തില്ല. കാര്യം ഇവിടുത്തെ ആണെങ്കിൽ ഞാനിത് റിലീസായ ദിവസം തന്നെ ഉച്ചയ്ക്കായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ നെറ്റ്വർക്ക് കണക്ഷൻ്റെ ഇഷ്യൂ, പിന്നെ ഫോണിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള കുറേ മാങ്ങ തേങ്ങ ചക്ക അതൊക്കെ ആയതുകൊണ്ട് ഇത് എപ്പോൾ റിലീസായി ഈ വീഡിയോ എപ്പാവും അറിയത്തില്ല. അപ്പോൾ ആവുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ. അപ്പോൾ ശരി, ബൈ.